പാലക്കാട് ചിറ്റൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. ചിറ്റൂർ 5ാം മൈൽ സ്വദേശിയാണ് മരിച്ചത്. കാരണം വ്യക്തമല്ലെന്ന് ബന്ധു. ചേട്ടാ, ഞങ്ങൾക്കൊന്നും സത്യം ഒന്നും അറിയില്ല. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോഴാണ് ഡോർ തുറക്കുന്നില്ല. അപ്പം അമ്മയാണ് വീട്ടിന് ചുറ്റും മോളെ വിളിച്ച് തേടി അന്വേഷിച്ചിട്ടുണ്ട്. ഡോർ തുറക്കാണ്ടായപ്പോൾ ജനാല തട്ടി നോക്കിയപ്പോഴാണ് അങ്ങനെ നിൽക്കുന്നത് കണ്ടത്, തൂങ്ങിയിട്ട് നിൽക്കുന്നത് കണ്ടത്. അതിന് ശേഷമാണ് പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണാം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രസാദ്, സങ്കടകരമായ വാർത്തയാണ് എത്തുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. സാധാരണഗതിയിൽ ഇവർ 2 മക്കളാണ്. ഒന്ന് മരിച്ച അനാമികയും അഭിനയ സഹോദരിയാണ്, മൂത്ത സഹോദരിയാണ്. സ്കൂൾ വിട്ട് 2 പേരും ഒരുമിച്ച് തന്നെയാണ് വരാറുള്ളത്. ഇന്നലെ പതിവ് പോലെ സ്കൂൾ വിട്ട് ഒരുമിച്ച് വന്നതിന് ശേഷം അഭിനയ തൊട്ടടുത്ത് അവരുടെ വീട്ടിൽ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വരുമ്പോഴാണ് അമ്മ 2 പേരും, അച്ഛനും അമ്മയും, അച്ഛൻ വടിവേലുവും അമ്മ രതികയും 2 പേരും തമിഴ്നാട്ടിലെ വ്യത്യസ്ത കമ്പനികളിൽ ജോലി ചെയ്യുന്നു. അമ്മ വൈകുന്നേരം വന്നതിന് ശേഷം ഈ വീട് അകത്ത് നിന്ന് കുറ്റിയിട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് നോക്കിയപ്പോഴാണ് നാട്ടുകാരുടെയും തൊട്ട് അയൽവാസികളുടെയും എല്ലാം തന്നെ സഹായത്തോടു കൂടി വീട് തുറന്നു നോക്കിയപ്പോഴാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കാണുന്നത്. എന്താണ് സംഭവം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തരത്തിലുള്ള വ്യക്തതയും വന്നിട്ടില്ല. ബന്ധുക്കളെല്ലാം നമ്മളോട് സംസാരിച്ചത് അവരുടെ ചെറിയമ്മയാണ്. അവരെല്ലാം പറയുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉള്ളതായി അറിയില്ല. ഏതെങ്കിലും തരത്തിൽ വീട്ടുകാർ വഴക്ക് പറയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സ്കൂളിലും ഒരു തരത്തിലുള്ള പ്രശ്നവും ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും അറിയേണ്ടതുണ്ട്. പോലീസ് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.